മസ്ജിദ് മാള്. ആ നമ്മൾ ആ മാളിലേക്ക് പോവല്ലേ. രാത്രിയാണ് ഉള്ളിൽ പോയിട്ട് എടുക്കാൻ ഇനിയില്ലേ. ഇവിടൊക്കെ കളിക്കാനൊക്കെ പറ്റുവാണ്ടി. അറിയത്തില്ല. ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാ പോണു മോളെ? നമ്മള് മസ്ജിദ് മാളിക്ക്. നമ്മള് മസ്ജിദ് മാളി പൊക്കോണ്ടിരിക്കും. ഞാൻ അനീഷിന് ദേവിക്കുട്ടിയുടെ ഒക്കെ കൂടെയാണ്. പറയൂ. മലബാർ ഗോൾഡ് ഉദ്ഘാടനമായിട്ട്. മലബാർ ഗോൾഡ് ഉദ്ഘാടനം അന്ന് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് നമ്മളെല്ലാരും കൂടെ നമ്മളെല്ലാരും കൂടെ വന്നത്. ഇവിടെ മലബാർ ഗോൾഡ് ഉണ്ട്. അകത്ത് കല്യാണം ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പം മലബാർ ഗോൾഡ് ഇപ്പൊ കാണാണ്ട് എഴുതിയത്. ഓക്കെ. മലബാർ ഗോൾഡ് ഉണ്ട്. ഈ മാളുള്ളതല്ലേ. ഇവിടെ വന്നിട്ടൊക്കെ പഠിച്ചു. മാളിലേക്ക് നടക്കുന്നുണ്ട്. പിള്ളേരുടെ സാധനങ്ങളെല്ലാം മേടിക്കാം. വെറുതെ നമുക്ക് കയറി നോക്കാം. വായോ. ഇത് ഷാബിയലെ മാളല്ലേ. ഈ മാളുടെ പേര് മസ്ജിദ് മാൾ. അത് പറഞ്ഞാണല്ലോ അല്ലേ. ബുക്ക് സ്റ്റാള്. ഒന്ന് സ്കൂള് തുറക്കാനായി. കുട്ടികൾക്കൊക്കെ വേണ്ട ബ്രഷ്, ബ്രഷ്, പേന എല്ലാതും ഉണ്ട്. അയ്യോ അതെ. അങ്ങനത്തെ അവിടെ സ്വത്തുട്ടിയിൽ കണ്ടിട്ട് ഞാൻ പേനയും പെൻസിലൊക്കെ ഇട്ടേക്കാം. എനിക്കിഷ്ടായി. ഇത് കൊള്ളാതെ. പൗച്ചിന് വരെ കൊണ്ടുപോവാ. പെന്നും പെൻസിലൊക്കെ ഇട്ട് കൊണ്ടുപോവാ കുട്ടികൾക്ക് സ്കൂളിലേക്ക്. നോട്ട് ബുക്കുകളില്ലേ. അതാണ് പെൻസിൽ പറഞ്ഞാല് സ്ലേറ്റിൽ എഴുതുന്നതോ? അല്ലല്ല, നമ്മുടെ ബുക്കിൽ എഴുതുന്ന പെൻസില്, റബ്ബറും എറേസറും എല്ലാം ഉണ്ട്. കൊള്ളാം കേട്ടോ. ഇത് നല്ല രസമുണ്ട്. 10 ദിർഹംസ്. കുട്ടികൾ വന്ന ഇവിടുന്ന് പോവില്ല. അതെ അതെ, ആ സത്യം. സ്ലൈറ്റ് എഴുത്ത് തുടങ്ങി. ആദ്യം സ്ലൈറ്റ് കണ്ടപ്പോ അതെ അതൊന്ന് കാണിച്ചു എഴുതണത്. അങ്ങനല്ലേ, കർസീവ് ലെറ്റർ അല്ലേ അത്? ഞാൻ മായ്ക്കൂ. ഓക്കെ. ആർട്ടീസ് എൻവയോൺമെന്റ്, എൻസൈക്ലോപീഡിയ ഓഫ് എൻവയോൺമെന്റ്. നൈസ് ബുക്ക്. എങ്ങനെയാണ് ഒരു ഡെസേർട്ട് ഉണ്ടാവുന്നത്, ഡിസ്ട്രക്ഷൻ, ലെറ്റൻസ്, ആസിഡ് റെയിൻ, ഗ്ലോബൽ വാർമിങ്, എന്താണ് ഓഷ്യൻസ്. കൊള്ളാം. ഇത് പിള്ളേർക്ക് നല്ല യൂസ്ഫുള്ളാണ്. ഇപ്പം നോക്ക് അടിച്ചിട്ടില്ല. ഇവിടെ അവളുടെ പേരെന്താണ്? ഹിന്ദി നടി നിൽക്കുന്നു. എവിടെ? പരസ്യത്തിലല്ലേ. ഇങ്ങനെ ഞങ്ങൾ മാളിലൂടെ നടക്കുകയാണ്. മണലിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച്. ഫസ്റ്റ് തന്നെ കുട്ടികളുടെ നമ്മൾ കയറാൻ പോവാണേ. ആദ്യം ഒന്നും ഇങ്ങനെയാണ് വണ്ടി ഇട്ടിങ്ങനെ ഓടലോടം കൊട്ട. ഇതോ
ഒരു മിനിറ്റ് ഒരു തല തൊട്ട് ഒരു തലവട നടക്കാണ്ട് നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ ഇനി കാണിക്കാം അല്ലേ. ഏത് മാളിൽ ചെന്നാലും ഇതൊക്കെ തന്നെ കാണാനുള്ളത്. നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ കാണിക്കാം. അച്ചാറുകളല്ലേ ഇത് നാരങ്ങ അതൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പം വന്നിട്ട് ഇപ്പം 8.25. മുമ്പേ 6 സംതിങ് ഉണ്ടായിരുന്നു. ഇപ്പം 8.25. അച്ചാറുകളുടെ ഇപ്പം 8. നല്ല ചേട്ടൻ ഇതാണ് കാണാൻ ഭംഗിയുള്ള സാധനം. അന്ന് വാങ്ങി കഴിച്ചാൽ മതി, വേണ്ടതല്ലാതും ഉണ്ട്. ചോക്ലേറ്റ് ആണ് പിന്നെല്ലാന്ന് പറഞ്ഞു. ഡോണറ്റുകളുടെ ലോകം. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ഒരു പിസയ്ക്ക് ഓർഡർ ചെയ്യുകയാണേ. അത് ചൂടാക്കി കഴിക്കുമ്പോൾ കാണാം അല്ലേ. ഞങ്ങളടുത്ത് പോയോട്ടെ. കറിയുടെ കളറുണ്ടോ? എല്ലാ കളറും കഴിയിരിക്കുന്നില്ലേ. അർജന്റീന എന്താ പറയണേ? ഇത് വന്നിട്ട് മറ്റേ റോക്ക് മെലൺ, സ്വീറ്റ് മെലൺ, വാട്ടർ മെലൺ എല്ലാതും ഉണ്ട്. പപ്പായ. ഒരു പപ്പായ പിടിക്കുന്നൊക്കെയാണ്. ഇതൊക്കെ എന്തോ ഒരു ഭംഗിയുള്ള പപ്പായ. റെഡ് ചിയ പുഡിങ്. ഫുഡിന്റെ എല്ലാ വെജിറ്റബിളും. എന്താണ് ചിപ്പി, ദാൽ, സലാഡ്. വിത്ത് റൈസ് വേണോ? വേണ്ട. ഇൻസ്റ്റന്റ് ചോറും കറിയും. പണിയൊന്നും എടുക്കണ്ട, വരിക റെഡിമെയ്ഡ് വാങ്ങാൻ പോവുക. വാങ്ങാം. പാത്രം കൂടെ ഉണ്ട്, പാത്രത്തിലാക്കി കൊടുക്കും. എന്തൊക്കെ കാണാനിരിക്കുന്നു എന്നാവല്ലേ. ഇങ്ങനെ ഫുഡൊക്കെ ആൾക്കാർ മോനെ താഴേക്ക് ഇറങ്ങി. ഇതെന്താണ്? ഫിലിപ്പീൻസിന്റെ ചിക്കൻ സുവാപ്പോ. അതുകൊണ്ട് അതിനകത്ത് ചിക്കൻ്റെ റൈസും ചിക്കനും. നമുക്ക് പിസ്സ ചൂടാക്കി റെഡിയാക്കി ഇട്ടിരിക്കുന്നു. ഞങ്ങൾ മാളിൽ ആയതുകൊണ്ട് ഇവിടെ നിന്ന് കഴിക്കാൻ തീരുമാനിച്ചു. ഇരിക്കണേ, ഇവിടെ ഇരിക്കാനോ? ഇവിടെ ഇരിക്കാനൊന്നുമില്ല. പുറത്തേക്ക് പോകണം. നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. നിങ്ങളുടെ അരികിലേക്ക് നിൽക്കാം. ഭയങ്കര അർജന്റാണ്. ചൂടോടെ കഴിക്കുമ്പോൾ ടേസ്റ്റ് അറിയില്ല. നീങ്ങി നിൽക്കും, ഒരു സൈഡിൽ ഒതുങ്ങി നിൽക്കും. അങ്ങനെ അനീഷും ദേവിമോളും ഇത് പൊട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ല, ഇത് ഇങ്ങനല്ലേ? എനിക്കും തന്നൊരു കഷ്ണം നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ. അങ്ങനെ എന്താ അറിയാം. സൂപ്പറാണോ? സൂപ്പറാണോ? ക്യാമറ എന്തെടുക്കൊണ്ടിരിക്കൂ. ഇതിലേട്ടോ തൊടണ്ട. ചൂട് പിടയ്ക്കൊന്നും കൂടെ ആയിട്ടില്ല. ചൂടില്ലേ? ഇത് കൊള്ളാം. വേറെ ഏതെങ്കിലും എടുക്കണമെങ്കിൽ മാംഗോ. മാംഗോ ആണോ? ഇത് മാംഗോ. മാംഗോ എടുത്തു. മാംഗോ ചെറി വേണ്ടെങ്കിൽ മാംഗോ എടുത്തോ. പിന്നെ ഇത് സ്ട്രോബെറി ഉണ്ട്. ഇതെല്ലാം സ്ട്രോബെറി. ഇത് ചെറി, സ്ട്രോബെറി. ഇത് വേണ്ട മിക്സ്ഡ് ബെറി. ഇതെടുക്കുന്ന ആണ്. ഇത് രണ്ടും മിക്സ്ഡ് ബെറി. അതാണ് ഇല്ലാത്തത്, സാധനം ഇല്ലാത്തത്. പിന്നെ മാംഗോ, അവക്കാഡോ.
ഇത് 7 ദിർഹംസ്. അതിന് 7 ദിർഹംസ് ആയി കേട്ടോ. അവക്കാടോയുടെ വിലയും കൂടെ ഇത് 3 7 ദിർഹംസ് ആയി. ഇതെല്ലാം 5 ദിർഹംസ് ആയിരുന്നു. സ്പൂണില്ല, സ്പൂണിൽ ചോദിച്ചാൽ അത് കഴിക്കും. അത് തരും. അപ്പൊ നമ്മൾ ഏതാണ്? നമ്മൾ വന്നിട്ട് മാംഗോ ചിയ പുഡിങ് എടുത്തിട്ടുണ്ട്. നമുക്കത് നോക്കാം. മാംഗോ എടുക്കുന്ന, ചെറി എടുക്കുന്ന, സ്ട്രോബെറി എടുക്കുന്ന. മാംഗോ മതി. ഒരു സ്പൂൺ ചോദിച്ചു നോക്കണേ. അപ്പം മാംഗോ ചിയ സീഡ് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. ഞാൻ സ്പൂണൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് നിങ്ങൾ പൊട്ടിച്ച് കഴിക്കട്ടെ. അങ്ങനെ ദേവി ആദ്യം കഴിച്ച് നോക്കുന്നുണ്ട്. എനിക്ക് വായിൽ തരികയാണല്ലോ. കൊള്ളാം കേട്ടോ. ഇതുമ്പോ കാണിക്കട്ടെ. നല്ല മാംഗോന്റെ ചിയ സീഡാണ്. നൈസ്. നല്ല സാധനം. ഞാൻ വണ്ടി ഞാൻ തരുന്നില്ല. ഇവൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര പാടാ കഴിക്കാൻ. ഇതാണ് കഴിക്കാൻ കുട്ടികൾ. ഇതൊക്കെ നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ്. ഈ ആന്റി രാവിലെ ചിയാ സീഡ് ഇട്ട വെള്ളമാണ് കുടിക്കുന്നത്. ആദ്യം കോരി കഴിപ്പിക്കുകയാണ്. ആദ്യം കണ്ടോ, ഞാൻ ആദ്യം ഇവിടെ വെറുതെ നിൽക്കില്ല, അവൻ ഓടിക്കൊണ്ടേയിരിക്കും. എന്റെ കയ്യും താഴെ പോയി. മാംഗോ ചിയ സീഡ് കഴിക്കുകയാണ്. പുഡിങ്. നൈസ് പുഡിങ്. സൂപ്പർ ടേസ്റ്റ്. വേറെ പാട്ടിലിട്ട് ഇങ്ങനെ ഇടാം. അപ്പം ഞങ്ങൾ നല്ല തകൃതിയായി ഇത് കഴിച്ച് കഴിഞ്ഞ് തുടങ്ങി. എന്നിട്ട് ഞങ്ങൾക്ക് അടുത്ത ഘട്ടത്തേക്ക് പോവാം. നല്ല നല്ല പുഡിങ്. ചിക്കൻ നൂഡിൽസ്. നമുക്ക് ചിക്കൻ നൂഡിൽസ് പറയാം. പച്ചക്കറി സെക്ഷനിൽ എത്തിയതാണ്. ഇതിന്റെ വിലയും കൂടെ നമ്മളെ നാട്ടിലെ ചക്കച്ചോളം ഇരിക്കുന്നു ഇവിടെ. അതിന്റെ റേറ്റ് എത്രയാ ഇവിടെ? 12. താഴത്തെ തേങ്ങയും കൂടെ കാണിച്ചു. എനിക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ അന്ന് വീഡിയോ എടുത്തപ്പോ അബുദാബിയിൽ നിന്ന് വീഡിയോ എടുത്തപ്പോ ഇതെന്താ അത്തിക്കായല്ലേ? അത് വന്നിട്ട് ഇതെന്ത് ചെയ്യും? ഇതൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിക്കും. അതിന്റെ ഇത് പൊളിച്ചിങ്ങനെ കഴിക്കും ആളുകൾ. പഴുത്ത കായ നമ്മളെ അടുത്ത വീട്ടിലൊക്കെ ഉണ്ട്. ഇത് ഇഷ്ടം പോലെ നിൽക്കും. പക്ഷെ ഇത് നല്ല എന്താണ് ലോങ്കൻ ഫ്രൂട്ട്. അവരൊന്ന് കാണിച്ചു തരാമോ? എന്നിട്ട് ലിച്ചി ഇത് ലിച്ചിയാട്ടോ. ഇത് വേറൊരു ടൈപ്പ് ഓഫ് ലിച്ചി. നമ്മൾക്ക് റെഡ് കളറല്ലേ കണ്ടുള്ളൂ. ലിച്ചി ഓർഗാനിക്. അത് ഇതിന്റെ സീസൺ ആവുമ്പോൾ ഞാൻ ഇഷ്ടം പോലെ വാങ്ങുന്നുണ്ടോ. ആരി കൊരിയിട്ട് വാങ്ങി തിന്നും. അതാ പറയാം എങ്ങനെ പുള്ളി തിന്നുന്നത്. ഐ ലൈക്ക് ദിസ്. നമ്മളെ നാട്ടിൽ വേറെ ചെറിയ നല്ല ടേസ്റ്റ് ഇത് മുന്തിരി പോലെ ഞാവൽപ്പഴം പോലെയുള്ള അങ്ങനെ 2 പേർക്ക് കൂണ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. നാളെ നമ്മള് ഉണ്ടാക്കും. എല്ലാ മാളുകൾ ചെന്നാലും ഇങ്ങനെയാണ്. കർഷ കാണുമ്പോൾ ആ ഭംഗി കാണിക്കണ്ടേ? എല്ലാ മാളിലും ഇങ്ങനെ തന്നെയാണ്. എല്ലാ കൂണും പച്ചക്കറിയും ഒക്കെ. പക്ഷെ ഭംഗി കാണുമ്പോൾ എല്ലാവർക്കും കാണിക്കാൻ എടുക്കും. തക്കാളിയാണില്ലേ? ചെറിയ തക്കാളി. പാത്രത്തിലാക്കി വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ള മധുരം. അവര് രാവിലെ ഇതും അത് വേറെ വെറൈറ്റി തക്കാളി. വാവ്, വെറൈറ്റി തക്കാളി കണ്ടോ? കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. പിന്നെ എന്താ കഴിക്കേണ്ട കഥ പറയണോ? ഫിഷ് മാർക്കറ്റ്.
നമ്മുടെ സാൽമൺ, ചെമ്മീൻ, എല്ലാ മീനും ഉണ്ട്. എല്ലായിടത്തും തന്നെയാണ്. ആ ലൈവ് ഫിഷ് ഇവിടെ ഉണ്ട്. വേണ്ടവർക്ക് അങ്ങനെ വാങ്ങാം അല്ലേ. സിലോപ്പിയാണ് തോന്നുന്നില്ലേ. ജ്യൂസ് ഏരിയ അല്ലേ. ആദ്യക്കൂട്ടം ഇവിടുത്തെ കളിവണ്ടികളൊക്കെ കണ്ടിട്ട് ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കുകയാണ് അവന് പണി. ആ എല്ലാ കളിപ്പാട്ടൊന്ന് ആദ്യം ഓണാക്കി നോക്കാം. പോലാതി അപ്പം ഞങ്ങൾ ബില്ലാക്കി കഴിഞ്ഞ് ഞങ്ങൾ മേലേക്കുള്ള ഉള്ളിലേക്ക് പോകും. ഇവിടുത്തെ കഴിഞ്ഞില്ലേ ആദ്യം മോനെ, ഇവിടുത്തെ പർച്ചേസ് കഴിഞ്ഞു. കല്യാൺ ജ്വല്ലറി, മലബാർ ഗോൾഡ് എല്ലാം ഉണ്ട് ഇവിടെ ഈ മാളിൻ്റെ ഉള്ളിൽ. അപ്പം ഞങ്ങൾ ബില്ലിങ് ഒക്കെ ആക്കി കഴിഞ്ഞ് ഇനി മുകളിലേക്ക് പോകാൻ നോക്കുകയാണേ. ഒരു ബില്ലാക്കി കൊണ്ടിരിക്കുകയാണ് വാങ്ങിയ സാധനങ്ങളെല്ലാം. ഞങ്ങൾ മുകളിലേക്ക് പോവുകയാണ്. മേപ്പിട്ടോക്കി തിന്നാലേ. ഒരെണ്ണത്തിന്റെ വില 3 വീട്. ആദ്യം കോയിന് ചോദിച്ചു, കോയിൻ കിട്ടിയില്ല. അവൻ അതിലൊക്കെ ഒന്ന് തിരിപ്പിടിച്ചിട്ട് പോന്നു. അവനെല്ലാ സംഭവങ്ങളും ഒന്ന് തൊട്ട് നോക്കി കളിച്ച് നോക്കിയിട്ട് പോരുള്ളൂ. കളിപ്പാട്ടം അങ്ങടെ കുട്ടികളും ബാദി ഹണിയാണല്ലോ ഹണി. ഞങ്ങളങ്ങനെ ലുലു കൂടെ സഞ്ചരിക്കുകയാണ്. അല്ല ആദ്യകൂട്ടം പോകുന്നില്ലേ. അങ്ങനെ ഇലക്ട്രോണിക്സിന്റെ അടിപൊളി ടിവികള്, ഇഷ്ടംമാതിരി TV. ഓഫർ ഉണ്ടെങ്കിൽ സൗണ്ട് ബാർ മാത്രം. എല്ലാം TV, റെഫ്രിജറേറ്റർ, കുക്ക് സെറ്റ്, മറ്റേ കുക്കിംഗ് ടോപ്സ്, വാഷിംഗ് മെഷീൻ, അങ്ങനെയുള്ള സെക്ഷൻ. പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അതൊക്കെ. ഇങ്ങോട്ടൊക്കെ നമ്മുടെ സെക്ഷനായിരിക്കും. അടുക്കള നമ്മുടെ സെക്ഷൻ. അങ്ങനെ ഒരു പറയണേ. എന്തുമാത്രം നല്ലൊരു കാര്യമാണ്. ഇവിടെ പേയ്മെന്റ് ഇതൊന്നും വലിയ എമൗണ്ട് അല്ല മേഡം. ഈ കണ്ട് ആ ഫീ അതാണ് ശരിയായ എമൗണ്ട്. അറൗണ്ട് 9,000. 2.5 ലക്ഷം. രണ്ടര ലക്ഷം കൊടുത്താൽ കിട്ടുന്ന TV ആണ് മക്കളെ ഇതൊക്കെ. അടുത്ത കളി കളിക്കുന്നുണ്ട്. ഇതൊന്നും എടുക്കാൻ പാടുണ്ടല്ലേ.
ആദ്യം എന്ത് കളിപ്പാട്ടം കണ്ടാലും ആദ്യം നിർത്താം. ആദ്യക്കൂട്ടം അടുത്ത വണ്ടിയിൽ പോയി നിൽക്കുന്നുണ്ട്. അവന്റെ വണ്ടി കളിപ്പാട്ടം. പോര് ഏത് വണ്ടി കണ്ടാലേ അതിന് കളിച്ചിട്ടേ പോരും. എല്ലാ മായാലോകങ്ങൾ, എല്ലാ ഡ്രസ്സിൻ്റെയും. എവിടെ ക്ഷീണത്തിലാണ് ഈ തപ്പുന്നത് ഇതൊക്കെ അല്ലേ? ആദിക്കുട്ടൻ ഓടുകയാണ് ഇവിടെ. എവിടെ എവിടെ? 59. പക്ഷെ വില കൂടുതലാണ്. അങ്ങനെ ഈ മാളിന്റെ ഉള്ളിലുള്ള അക്വേറിയത്തിലെത്തി ഞങ്ങള്. കാണാൻ പോണ പൂരം നമുക്ക് പോവാം. ഞങ്ങള് മേളിൽ നിന്ന് താഴോട്ട് വന്നതാണ്. അക്വേറിയത്തിക്കായിട്ട് പോകുന്നു. അക്വേറിയം കണ്ടിട്ട് മീൻ അക്വേറിയം കണ്ടിട്ട് പോവാം. നമ്മളിവിടുന്ന് അങ്ങനെ പോവല്ലോ ഇനിയില്ലേ? അതാരാണ്? അതിവിടെ വരും. അങ്ങറ്റത്ത് കിടക്കുന്നത് വലിയ ഫിഷ്. അരോണ എന്ന് പറയത്തില്ല, മറ്റേ ലക്കി ഫിഷ്. എന്താ ഈ വെള്ളന്റെ ഒരു ഭംഗിയില്ലേ? മേടിച്ചാലോ? നമ്മുടെ കിടക്കുന്ന ഫിഷ് ഇതേപോലത്തെ ഫിഷാണ് കേട്ടോ. വേറെ ഇനി ഉണ്ടോ? ഷാർക്ക്, അത് രണ്ടും ഷാർക്ക്. ഇത് മറ്റേ സക്കറിന്റെ അരിക്ക് തിന്നുന്നത്. അത് വീട്ടിലുണ്ട്. സക്കറിന്റെ മരുന്ന്. ഇത് ഷാർക്ക് കണ്ടോ? വൈറ്റ് ഷാർക്ക്. ഇത് അത് നമ്മൾ വളർത്തിട്ട് വളരെ അപ്പുറത്ത് കിടക്കുന്നു. അപ്പുറത്ത് നിൽക്കുക. അതവിടെ മറവില്ലേ വലുത്. വേറൊന്നും വലുതുണ്ട് അവിടെ നിൽക്കുക. ഇങ്ങോട്ട് വാ. ആദിക്കുട്ടന്റെ വികൃതികൾ. ആദിക്കുട്ടൻ ഇങ്ങനെ വികൃതി കാട്ടിക്കൊണ്ടേ നടക്കും. നല്ല കുട്ടിയല്ലേ? ഞങ്ങൾ പോവാനുള്ള പരിപാടി നോക്കുകയാണ്. ചെറുതായി ഷോപ്പിംഗ് ഒക്കെ നടത്തി. അപ്പോൾ എല്ലാവരും ലൈക്കും കമന്റും ഷെയർ ഒക്കെ ചെയ്യാം. അപ്പോൾ വന്ന പോലെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. എന്താ പറഞ്ഞ്? മാളിയിൽ നമ്മളങ്ങനെ പുറത്തിറങ്ങി അതെ വീട്ടിലോട്ട് നല്ല കപ്പയും മീനും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ രാത്രി പുറത്തിറങ്ങുള്ളൂ. പകലിറങ്ങി വിവരം അറിയിപ്പോ. പകലത്തെ ചൂട്, രാത്രി ചൂടുണ്ട്. ഇപ്പൊ നല്ല ചൂട് കാറ്റാ. അതെ പാർക്കിംഗ് ഏരിയക്ക് പോവാണേ. വണ്ടി എടുക്കണം.
ആദ്യമോ നല്ല സന്തോഷത്തിലായിരുന്നു ഇത്രയും നേരം കളിച്ചിട്ട്. അങ്ങനെ നമ്മൾ കാറിലേക്ക് കയറാൻ പോവാണേ. അങ്ങനെ അനീഷ് കാറിലേക്ക് കയറി. ഒന്ന് മാറിക്കൊടുത്തു. അനീഷ് കാറിലേക്ക് കയറാൻ പോവാണല്ലോ. കയറിക്കോളൂ മോനെ. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാല്ലേ? അതെ, ദൈവമോള് കയറിക്കോളൂ. വീട്ടിൽ പോവാം. എന്നെ കൊണ്ടുപോയില്ലേ? ആദികുട്ടാ, നമുക്കിരിക്കാല്ലേ? അയ്യോ, ബൈ ബൈ. പോവാം.